പറഞ്ഞായിരുന്നു നമ്മുടെ പ്രിങ്കിൾസിൻ്റെ കുട്ടിയെ കൊണ്ട് ഒരു എന്താ ക്രാഫ്റ്റ് ഉണ്ടെന്ന്. അപ്പം ക്രാഫ്റ്റ് എന്നാണ് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പോലെ പീസായിട്ട് കട്ട് ചെയ്യണം. ഞാൻ ഇതിൻ്റെ അളവൊക്കെ നോക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ അടപ്പ് വേണം, ഇതിൻ്റെ അടിയും കട്ട് ചെയ്ത് കളയരുത്. നമുക്ക് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. കാർഡ്ബോർഡ് എടുക്കുക കേട്ടോ. എൻ്റെ കൈ കാർഡ്ബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഈ കയ്യിൽ ഒട്ടിക്കുന്ന മറ്റേ സാധനം ഒട്ടിച്ച് നോക്കത്തില്ലേ, അത് ഇല്ല. അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ എടുക്കും. അങ്ങനെ ഇത് വെച്ചിട്ട് ഇനി അളവെടുത്ത് നോക്കണം. ഇങ്ങനെ വെച്ച് അളവ് വട്ടത്തിൽ കീറിയിടും. എന്നിട്ട് ആ അളവിൽ ഒരു 2 എണ്ണം ഉണ്ടാക്കി മതി. ഇതിൻ്റെ അടി വെക്കാനും ഇതിൻ്റെ അടി വെക്കാനും ഇങ്ങനെ 2 എണ്ണം ഉണ്ടാക്കണം. ഇതിൻ്റെ അടിയിൽ നേരത്തെ വേറെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അതുപോലെ വട്ടത്തിൽ ഞാൻ വരച്ച് കട്ട് ചെയ്തെടുക്കട്ടെ. രണ്ടും ഞാൻ പറഞ്ഞത് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിനുള്ളിലോട്ട് ഞാനൊന്ന് കയറ്റിയൊക്കെ നോക്കിയിട്ടുണ്ട്, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടും ഇതിൽ ഞാനൊന്നുകൂടെ കളർ അടിച്ചെടുക്കണം. 3 ഡ്രോളിയിലും കളർ അടിച്ചെടുക്കണം. എന്നിട്ട് ഇനി ഇതിൽ 3 എണ്ണത്തിലും കളർ അടിച്ച് കഴിഞ്ഞ് കാണാം. നമ്മൾ 1 കളർ അടിച്ചിട്ടുണ്ട്. ഇനി 2 എണ്ണം കൂടെയും കളർ അടിച്ചിട്ട് കാണാം. പണിപ്പെട്ടായിട്ട് തോന്നിയത് ഇതിൽ കളർ അടിക്കാനാണ്. കളർ അടിച്ചിട്ടാണെന്നുണ്ട് അങ്ങോട്ട് അതൊന്നുമില്ല. കയ്യെ മുഴുവൻ കളർ തേച്ചിട്ട് വേണം ഇനി തേക്കാൻ. ഇതിനുള്ളിലോട്ട് ഞാൻ ഈ സാധനത്തെ കളർ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ ഇതിൽ അത് പറ്റത്തില്ല, അതുകൊണ്ട് പറ്റുന്നതോടത്ത് എന്നിട്ട് അടിയിൽ പറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് തൊട്ട കൈ കളറാവും. ഉണങ്ങാത്തോട്ട് ഇത് പെട്ടെന്നൊന്നും ഉണങ്ങത്തില്ല, കുറേ നേരം എടുത്ത് ഉണങ്ങത്തുള്ളൂ. അപ്പോൾ ഇതേ കളറും പറ്റത്തില്ല നന്നായിട്ട്. ഉണങ്ങുമ്പോൾ കുറേ നേരം. ഇനി അതും കുത്തിയിരുന്ന് വെയിറ്റ് ചെയ്യണം. പെയിൻ്റ് അടിക്കാൻ പാടാം. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ആ പെയിൻ്റ് അടിച്ച ടേബിള് വൃത്തികേടാവും. ബ്രഷ് കഴുകണം, കൈ കഴുകണം, ഇതൊന്ന് അടിച്ചെടുക്കണം. എൻ്റെ പൊന്നോ എന്നാ പാടാന്നോ. ഇനി ഇത്രയും ചെയ്ത് ഇത് ഉണങ്ങിയിട്ട് കാണാം. മുഴുവൻ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേപ്പർ എടുത്ത് ഒരു രീതിയിൽ ഒട്ടിക്കാം. ഞാൻ കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പെൻസിൽ എടുക്കണം. എന്നിട്ട് ഈ പേപ്പറിനുള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തില്ലേ, ആ രീതിയിൽ റോൾ ചെയ്തെടുക്കണം. മനസ്സിലായോ? ഇതേപോലെ വേണം റോൾ ചെയ്യാൻ. ഇതിനുള്ളിൽ പെൻസിൽ ഉണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇത് പേപ്പർ ബാക്കി എക്സ്ട്രാ പേപ്പർ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഓരോ ഈ സാധനത്തിൻ്റെ അളവ് ഇങ്ങനെ വെച്ച് നോക്കി ഇങ്ങനെ വെച്ചിട്ട് കൃത്യമായിട്ട്